PMCയിൽ കേന്ദ്രം നൽകാമെന്ന് സമ്മതിച്ച SSK ഫണ്ട് മുടങ്ങി. ആദ്യ ഗഡുവായി നൽകാമെന്ന് പറഞ്ഞ പണമാണ് മുടങ്ങിയത്. ആദ്യ ഗഡുവായി 320 കോടി രൂപ കഴിഞ്ഞ ബുധനാഴ്ച നൽകുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ അറിയിപ്പ്. PMC പദ്ധതി മരവിപ്പിച്ചതിനു പിന്നാലെ ഫണ്ട് തടഞ്ഞുവെന്നാണ് സൂചന. റാഹിസ് റഷീദും PR സുനിലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, അത് മുടങ്ങിയോ? അരുൺ, അത് മുടങ്ങി. 971 കോടി രൂപ നൽകാം. അതിൽ ആദ്യ ഗഡു 320 കോടി രൂപ കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ഇന്നലെ നൽകാം എന്നതായിരുന്നു കേന്ദ്ര സംസ്ഥാനത്തെ അറിയിച്ചത്. പക്ഷേ ഔദ്യോഗികമായി ധാരണാപത്രം മരവിപ്പിക്കാനുള്ള ഒരു കത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പണം ഇനി നൽകില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അങ്ങനെ ഒരു വിവരമാണ് അവർക്ക് കിട്ടുന്നത്. ഇത് 2023, 24, 25, 25, 26 ഈ 3 വർഷത്തെ പണമാണ് കിട്ടാനുള്ളത്. 2023, 24 ഒരു 40% പണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച് 1266 കോടി രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ 971 കോടി രൂപയെ നൽകാൻ കഴിയുമെന്ന് കേന്ദ്രം പറഞ്ഞു. 971 971 ഇപ്പോൾ വലിയ കടക്കണിയിലുള്ള കേരളത്തിന് വലിയ ആശ്വാസമാകും എന്നോർത്തിട്ട് ഈ പണം കിട്ടുന്നതിന് വേണ്ടിയാണ് PMC കരാറിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത്. പക്ഷേ CPയുടെ ഉടക്കൊക്കെ വന്നു. ആ കരാർ ഏതാണ്ട് മരവിക്കുന്ന അവസ്ഥ വന്നു. ഈ സാഹചര്യത്തിൽ കരാർ മരവിക്കുകയാണെങ്കിൽ പണം തരുന്നതും ഞങ്ങൾ മരവിപ്പിക്കുകയാണ് എന്ന് കേന്ദ്രം പറയുകയാണ്. ഈ വിവാദത്തിന് ശേഷം പലരും ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ ഈ പണം കണ്ടെത്താനുള്ള ചുമതല ഇനി സർക്കാരിനായിരിക്കും. അത് ഏത് വഴി എങ്ങനെ തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഈ ട്രോളുകൾ കാണുമ്പോൾ ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. സമരം ചെയ്തു, സാധനങ്ങളൊക്കെ പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പോൾ ഈ പൈസ കണ്ടെത്തേണ്ട ബാധ്യത സർക്കാരിനായി എന്നുള്ളതാണ്. PR സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. PR സുനിൽ, യഥാർത്ഥത്തിൽ കത്ത് നമ്മൾ അയച്ചിട്ടില്ല, കത്ത് തയ്യാറാക്കി വെച്ചിട്ടേ ഉള്ളൂ. കത്തൊരു പക്ഷേ ഇന്നായിരിക്കും അയക്കുക. മരവിപ്പിക്കൽ കത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് പ്രേക്ഷകരെ അറിയിച്ചത്. ആ കത്ത് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ SSKയുടെ ഫണ്ട് ആദ്യ ഗഡു നമുക്ക് തരാമെന്ന് തീരുമാനിച്ച് നമ്മൾ പ്രപ്പോസൽ കൊടുത്തതാണ്. ആ ഗഡു അവിടെ തടഞ്ഞു വെക്കുകയാണോ? എന്താണ് കേന്ദ്രത്തിൻ്റെ നീക്കം? കത്ത് ചെല്ലും മുമ്പേ തന്നെ തടഞ്ഞു വെച്ചോ PR സുനിൽ? അരുൺ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ എഡ്യൂക്കേഷന് ചുമതലയുള്ള സഞ്ജയ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി. അവരൊന്നും തന്നെ ഏതായാലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു പുതിയ തീരുമാനമെടുത്തതായി തങ്ങൾക്കറിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പറഞ്ഞത്. 2, അങ്ങനെയൊരു തീരുമാനമെടുത്തതായി സംസ്ഥാന സർക്കാർ അറിയിച്ച ശേഷം മാത്രമേ അതിലെന്തെങ്കിലും ഒരു നിലപാട് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും തൽക്കാലം PMC പദ്ധതിയുമായി കേരളത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുകൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും SSA ഫണ്ട് റിലീസ് ചെയ്യുന്ന കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം ഉണ്ടായതായി ഒരു സൂചനയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നൽകിയ ഉറപ്പ് പ്രകാരം ബുധനാഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് SSA ഫണ്ട് പ്രകാരമുള്ള ഈ ഒരു ധാരണ പ്രകാരമുള്ള ആദ്യ ഗഡു പണം കിട്ടേണ്ടിയിരുന്നത്. അതിപ്പോൾ കിട്ടിയില്ല. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാർ തടഞ്ഞത് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം കൂടി വരേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ കരുതുന്നത് ഈ പണം കേന്ദ്ര സർക്കാർ വീണ്ടും തടഞ്ഞു വെച്ചു എന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ സംസ്ഥാനത്തോട് ചെയ്യുന്ന ഏറ്റവും ദ്രോഹമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം PMCയുമായും SSAയുമായും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു ബന്ധവുമില്ലായിരുന്ന 2 പദ്ധതികൾ കൂട്ടിവെച്ചുകൊണ്ട് PMCയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ പണം നൽകൂ എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സാഹചര്യമാണ്. PMC പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെക്കാൻ തയ്യാറായി. അക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു തീരുമാനം പുതുതായി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടില്ല, അറിയിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഇങ്ങനെയൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സംസ്ഥാനത്തോടുള്ള ഒരു തെറ്റായ ഒരു സമീപനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് എന്താണ് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുതിയ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അല്പസമയത്തിനകം അപ്ഡേറ്റ് ചെയ്യാം.